ഇതങ്ങോട്ട് നോക്കി മനുഷ്യങ്ങോട്ട് നോക്കണ്ട. ഇതെന്താ സംഭവിച്ചെങ്കിൽ രാവിലെ കുട്ടികൾക്ക് വീട്ടിലേക്ക് കറിയില്ലാന്ന് പറഞ്ഞു. അപ്പം മാളൂസും അൻസറിയും വിളിച്ചിട്ട് പറഞ്ഞു ഹോട്ടലിൻ്റെ മുട്ടക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മുട്ടക്കറിക്ക് നമ്മൾ കുറേ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ പൈസ കൊടുക്കണേ ലാഭിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു 4 മുട്ട അങ്ങോട്ട് വാങ്ങി കടയിൽ നിന്ന് നമ്മളെ ഒരു മുട്ടക്കറി ഉണ്ടാക്കേണ്ട പരിപാടി. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അങ്ങോട്ട് വാട്ടുകയാണ്. ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഇങ്ങനെ നല്ല പരുവാക്കിയാണ്. ഉള്ളി വാട്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കി അങ്ങനെ അതിലേക്ക് പൊടികളെല്ലാം ഇട്ടു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള പൊടികളൊക്കെ നല്ലോണം അങ്ങോട്ട് ഇട്ടിട്ട് ചട്ടിയിൽ കൂടെ അങ്ങോട്ട് ആട്ടിക്കൊളിച്ചു. അങ്ങനെ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു തയ്യൊരു ലെവലാക്കിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി അങ്ങോട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തേക്കുമ്പോൾ അതെങ്ങനെ കാണുമ്പോൾ എന്ത് രസമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമ്മളിത് എങ്ങനെയൊക്കെ കാട്ടി കണ്ടോ, എന്താ രസം കാണാൻ. അപ്പം ഞങ്ങളതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ അരച്ച് വെച്ചാൽ അതിൽക്കാട് കൊട്ടി അങ്ങനെ അങ്ങോട്ട് നോക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം അങ്ങോട്ട് കൊടുത്ത് ഞാൻ എത്തണ്ട ഈ ഒരു പരുവത്തിൽ കിട്ടാക്കി പേസ്റ്റ് പരുവത്തിലാക്കി. പിന്നെ കണ്ടത് ഇങ്ങനെ ടോളി എൻ്റെ പൊന്നെ എന്തൊരു രസമാണ്. അതൊന്നും കൂട്ടി അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ചോറിനാക്കുമ്പോൾ എൻ്റെ പൊന്നോ എന്തൊരു സ്മെല്ലാട്ടോളി. അപ്പോൾ അതിലേക്ക് കോഴിമുട്ട പുഴുങ്ങിയിട്ടേ ഞാൻ അങ്ങനെ പകുതി ആക്കിയിട്ട് അരിഞ്ഞിട്ട് വെച്ചാണ്. അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് തള്ളിക്കൊടുത്ത് അത് ഒന്നായിട്ട് അതിലൂടെ മുങ്ങിക്കടന്നു. ഇതെന്താണെന്ന് നോക്കി നിങ്ങൾ. കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണിതേ. അപ്പോൾ ഓർക്കടിച്ച് കറിയില്ലാതെ പുട്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുട്ട് ഉണ്ടാക്കിയിട്ട് കളയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയത് അവർക്ക് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർക്കത് കൊണ്ടേ കൊടുത്തിട്ട് അവരെ കാത്തിരിക്കുകയാണ് കറിക്ക് വേണ്ടിയിട്ട്. നിങ്ങളത് നോക്കി മാളൂസും അൻസറിയും ചക്കനും കൂടിയിട്ട് മുട്ടക്കറി വെട്ടി അടിക്കേണ്ട പരിപാടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മുട്ടക്കറി ഇല്ലാതെ ഇന്ന് പുട്ട് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിന്ന് പുട്ട് ഉണ്ടാക്കിയത്. മാളൂസും പുട്ടൊക്കെ അങ്ങോട്ട് എടുത്ത് അതിൽക്കൊരു കോഴിമുട്ടയുടെ പകുതി കഷ്ണം കൊടുത്തിട്ടേ ഓളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് എന്നിട്ട് അങ്ങോട്ട് കുഴച്ച് കൂട്ടിയിട്ട് ഇങ്ങോട്ടേ എല്ലാ രസമുണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ സംഭവം ഇത് ഉണ്ടാക്കാൻ പറ്റിയതാട്ടോളി. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഒന്ന് ഷെയർ ചെയ്യും, ഒന്ന് കമൻ്റൊക്കെ ചെയ്യും നിങ്ങൾ.